നമസ്തേ. +1 ക്ലാസ്സിലെ റിവിഷൻ ക്ലാസ്സാണ് അടുത്തത്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ. ആ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ച ആദ്യത്തെ പാഠം തന്നെ പറയാം. അനുതാപ് എന്ന് പറയുന്നത് ലഘുകഥയാണ്. വളരെ ചെറിയ ഒരു കഥ, ലഘുകഥ. കേവലം 2 പേജിനകത്ത് നിർത്തുന്ന ലഘുകഥ. ലേഖക കാ നാം ഹേ സുകേഷ് സാഹ്നി. ലേഖകൻ്റെ പേര് സുകേഷ് സാഹ്നി എന്നാണ്. അപ്പോൾ സുകേഷ് സാഹ്നി എഴുതിയ ലഘുകഥയെ നമ്മൾ പഠിച്ചു. ആ ലഘുകഥയിൽ നമ്മൾ കഥാപാത്രത്തെ ശ്രദ്ധിച്ചു. അതിന് എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന്, ഒരു യാത്രക്കാരനും റിക്ഷാവാലയുമാണ്. ആ റിക്ഷാവാല യാത്രക്കാരനോട് പറയുന്ന കഴിഞ്ഞ ദിവസത്തെ യാത്രാനുഭവങ്ങൾ. അതിൽ പ്രധാനമായിട്ടും അസ്ലം കി മൃത്യു. അവർ അനുതാപ് ശബ്ദ का अर्थ है അനുതാപ്. താപ് അവർ അനുതാപ്, സിമ്പതി, ഹംദർദി, സഹാനുഭൂതി പ്രകടിപ്പിക്കാൻ വൈകിയതിൽ ഉണ്ടായ പശ്ചാത്താപം. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്യുക, ദുഃഖത്തിൽ പങ്കുചേരുക, അതിൽ നമുക്ക് കഴിയാതെ വന്നപ്പോൾ പിന്നെ ഉണ്ടാകുന്ന ഒരു ദുഃഖവും ദുഃഖത്തിനോടുള്ള പശ്ചാത്താപവുമാണ് അനുതാപം. ലഘുകഥയാണ്. സുകേഷ് സാഹ്നിയാണ് ലേഖകൻ. കഥാപാത്രങ്ങൾ അതിനകത്ത് യാത്രക്കാരൻ അഥവാ യാത്രിയും റിക്ഷാവാലയുമാണ്. ആ റിക്ഷാവാലയുടെ സംഭാഷണത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അസ്ലമിൻ്റെ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ ചുരുക്കി അതിനകത്ത് കിടക്കുന്ന വായിച്ചാൽ നമുക്ക് കിട്ടും. पिछले कई दिनों से वो यात्री असलम की रिक्शे पर दफ्तर जा रहा था, लेकिन आज रिक्शे की प्रतीक्षा में खड़ा रहा तो एक रिक्शा वाला आकर कहा, मास्टर जी अलग जी मैं दफ्तर पहुंचा दूँ. असलम के संबंध में पूछा तो वह रिक्शा वाला बताया कि असलम अभी नहीं रहा, असलम इज नो मोर. वो थका सा लगा, शौक सा लगा यात्री को. क्यों? पिछले दिन കഴിഞ്ഞ ദിവസം പോലും और रिक्शे में ले जाता था वो असलम. अब नहीं रहा, उनकी मृत्यु हो गई. सुना तो he became shocked. ഷോക്ക് सा लगा. ഈ സംഘർഷങ്ങളും കഴിഞ്ഞ ദിവസത്തെ അനുഭവങ്ങളെ സംബന്ധിച്ച് അയാളുടെ മനസ്സിലെ ചിന്തകളാണ് നമ്മൾ വച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾക്കുണ്ടാകുന്ന ദുഃഖം നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം. പശ്ചാത്താപമുണ്ട്. കാര്യം സഹായിക്കേണ്ട സമയത്ത് സഹായിക്കാത്തത് കൊണ്ട്, അയാൾക്ക് ആ റിക്ഷയിൽ നിന്ന് ഇറങ്ങി നടക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അയാളോട് സിമ്പതി കാണിക്കാത്തത് കൊണ്ടോ ഉണ്ടായ വേദന അയാൾക്കുണ്ട്. പക്ഷേ സഹായിച്ചിരുന്നെങ്കിൽ അയാൾ കുറച്ചുകൂടെ ജീവിക്കുമായിരുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ. അതിനെ സംബന്ധിച്ച് നമ്മൾ ഡയറി എഴുതി, യാത്രക്കാരൻ്റെ ഡയറി. अपने दुखों को, अपने जीवन के संघर्षों को पश्चाताप से विवश वह यात्री डायरी में लिखता है. അപ്പോൾ ഡയറിയാണ് നമ്മൾ എഴുതി പഠിച്ചു വച്ചിരിക്കുന്നത്. ഈ ഡയറിയും പഠിച്ചുകൊണ്ട് പോയപ്പോഴാണ് നമ്മളിപ്പോൾ അറിയണത് ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് മാർക്ക് കൂടുതൽ വരാം. അപ്പോൾ ഡയറി പഠിച്ച കണ്ടന്റിൽ നിന്ന് തന്നെ നമുക്ക് ചോദിക്കുകയാണ്, വീട്ടിൽ ചെന്ന് ദുഃഖിതനായ യാത്രക്കാരൻ തൻ്റെ ഭാര്യയുമായി സംസാരിക്കാം. അന്ന് യാത്രക്കാരൻ നമ്മുടെ ഓഫീസിലൊക്കെ പോയിട്ട് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും ചെല്ലുന്നത്? വലിയ ഹാപ്പി ആയിട്ടായിരിക്കുമോ? സ്വാഭാവികമായിട്ട് ദുഃഖിതനായിരിക്കും. ഒരു വിഷമം ഉണ്ടാവും മനസ്സിൽ. മനുഷ്യനല്ലേ, ദുഃഖം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിൽ ചെല്ലുമ്പം തൻ്റെ ഭാര്യ അയാളോട് ചോദിക്കും. എന്ത് ചോദിക്കും? ആപ് ഇത്തനി ഉദാസ് ക്യോം ദിഖായി പഡ്തേ ഹോ? താങ്കൾ എന്താണ് ഇന്ന് വളരെയേറെ ദുഃഖിതനായിരിക്കുന്ന? ക്യാ ബാത്ത് ഹുയി? അപ്പോൾ സ്വാഭാവികമായിട്ട് യാത്രക്കാരൻ ഇന്നലെ നടന്നതും ഇന്നത്തെ കേട്ടതുമായ സംഭവങ്ങൾ അവിടെ വിവരിക്കും. അപ്പോൾ ഭാര്യ ചിലപ്പോൾ ഒരു സിമ്പതി, അനുകമ്പ സംഭവിക്കാം എന്നുള്ള നിലയ്ക്ക് അവിടെ അദ്ദേഹത്തിനോടൊപ്പം ഒരു സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാം, ഇനി അത് വരാതിരുന്നാൽ മതി, എന്ത് ചെയ്യാം, ഈശ്വർക്ക് നിശ്ചയം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഒരു സംഭാഷണമാകാം. ഇല്ലെങ്കിൽ ഈ യാത്രക്കാരന് തൻ്റെ ഒരു പ്രിയ മിത്രത്തോട് കത്തെഴുതി ഈ വിവരങ്ങൾ അറിയിക്കാൻ, എനിക്കിങ്ങനൊരു അബദ്ധം പറ്റി, മുझे एक गलती हुई. कौन सी गलती हुई? मैंने एक बड़ा अपराध किया. कौन सा अपराध किया? पिछले दिन मैं एक रिक्शे पर, कई दिनों से मैं एक रिक्शे पर सवारी करता था. असलम ही मुझे दफ्तर पहुंचाया जाता था, लेकिन आज एक रिक्शा वाले से पता चला कि उनकी मृत्यु हो गई. इसके संबंध में, रिक्शा की यात्रा के संबंध में वो कुछ लिख सकते हैं. എന്തെങ്കിലും എഴുതി അറിയിക്കാം. അതൊരു കത്താകാം. അങ്ങനെ ചെറിയ 1 മാർക്കിൻ്റെ ചോദ്യം, ഉദാഹരണത്തിന് സൈഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. മുझे शौक सा लगा. किसे शौक सा लगा? यात्री को शौक सा लगा. क्यों?
അസ്ലം കി മൃത്യു കി ഖബർ സുൻകർ. അസ്ലമിൻ്റെ മരണ വാർത്ത കേട്ടപ്പോൾ എന്താണ് ഷോക്ക് ഉണ്ടാവാൻ കാരണം? ഒരു റിക്ഷാവാലയാണെങ്കിലും ആ റിക്ഷാക്കാരനുമായിട്ട് ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. സ്ഥിരം ആ റിക്ഷയിലാണ് അദ്ദേഹം ഓഫീസിൽ പോയിരുന്നത്. അപ്പോൾ അതിനകത്ത് സൈഡ് ചോദിക്കാം. പിന്നെ ഈ പറഞ്ഞ കണക്കുള്ള ലെറ്റർ ആകാം, ഡയറി ആകാം, കത്താകാം, ഏത് രീതിയിൽ ചോദിച്ചോട്ടെ. നമുക്കത് അതിൻ്റെ ആക്ടിവിറ്റി അതിൻ്റെ വിധ മാറ്റി എഴുതുന്ന പാടേ ഉള്ളൂ, കണ്ടൻറ്റ് കുറച്ചേ ഉള്ളൂ. അത് മനസ്സിലാക്കി വെച്ചേക്കുക. പൂർണ്ണമായും കഥ വായിക്കുക. പുസ്തകം നോക്കി തന്നെ കഥ വായിക്കണം. ചെറിയ 2 പേജുകളിൽ അവസാനിപ്പിച്ചിരിക്കുന്ന കഥയാണ്. അത് ഒന്നുകൂടെ വായിക്കുക. വായിച്ചതിന് ശേഷം ഈ ചോദ്യോത്തര മോഡലിലേക്ക് അതിനെ ചിന്തിച്ചെഴുതുക. പലതും അതിൽ പകർത്തിയിരിക്കുന്ന അതുപോലെ തന്നെ എഴുതാനുള്ള അവസരമുണ്ട്. കാരണം റിക്ഷാവാല പറയുന്ന കാര്യങ്ങൾ നമുക്ക് അതുപോലെ പകർത്താം. കാര്യം നമ്മൾ അതാണ് റിപ്പോർട്ട് അവിടെ എവിടെ എഴുതുന്നത്. കാര്യം എന്താണ്? യാത്രക്കാരൻ പറയുകയാണ് മുച്ചേ ഷോക്ക് സാലക, അതുപോലെ പറയാം. മേരെ മന്മേ ആത്താഥ റിക്ഷേസേ ഉതരേ, എൻ്റെ മനസ്സിൽ തോന്നി റിക്ഷയിൽ നിന്ന് ഇറങ്ങണം, പക്ഷേ ഇറങ്ങിയില്ല. അതെല്ലാം അതുപോലെ പറയുന്നുണ്ട്. അങ്ങനെ എഴുതി അത് കടന്നു പോവാം. അത് വളരെ പ്രധാനപ്പെട്ടൊരു പാഠമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, കവിതയാണ് മധുർദു. എഴുതിയത് ജയശങ്കർ പ്രസാദാണ്. 1 മാർക്ക് മറന്നുപോരുത്. कवि का नाम क्या है? जयशंकर प्रसाद। जयशंकर प्रसाद की विशेषता क्या है? हिंदी के बहुमुख प्रतिभावान साहित्यकार है। बहुमुख प्रतिभा माने उन्होंने कविता लिखी है, नाटक लिखे हैं, कहानी लिखे हैं, उपन्यास लिखे हैं, इसलिए प्रतिभा संपन्न कथाकार है। उनकी एक कविता है मधुकृतु। किस प्रकार की कविता है? ഛായാവാദി കവിത है। ഏത് പ്രകാരത്തിലുള്ള കവിതയാണ്? ഛായാവാദി കവിതയാണ്। ആ ഛായാവാദി കവിതയിൽ എന്തൊക്കെ വർണ്ണിക്കുന്നു? മധു ഋതു। मधु ऋतु माने क्या है? वसंत ऋतु। ഒരു ചോദ്യം, इस कविता में किस ऋतु का वर्णन है? वसंत ऋतु का वर्णन है। वसंत ऋतु का वर्णन कवि ने कैसे किया है? इसका वर्णन करना चाहिए। വസന്ത ഋതുവിനെ എങ്ങനെ വർണ്ണിച്ചു? എങ്ങനെയായിരിക്കും വസന്തകാലം? അതിനകത്ത് ഒരുപാട് പറയുന്നുണ്ട്. ചാന്ദിനി രാത്ത്, നിലാവുള്ള രാത്രിയെക്കുറിച്ച്, ഫൂലോങ്ക പൂക്കളുടെ വർണ്ണനയെക്കുറിച്ച് എല്ലാം പറയുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം മറ്റൊരു ഭാഗത്ത് ഛായാവാദി കവിതാക്കി സബ്സെ ബഡി വിശേഷത ക്യാ ഹൈ? പ്രകൃതി കാ മാനവീകരൺ, പ്രകൃതിയെ മാനവീയ ഭാവത്തോടെ അവതരിപ്പിക്കുന്നു. ഒരു ഭാഗത്ത് പ്രകൃതിയിൽ വിരസമായ ഒരു ഇല കൊഴിച്ചിലിന് ശേഷം, ഒരു വേനൽക്കാലത്തിനൊക്കെ ശേഷം, ശിശിരകാലത്തിന് ശേഷം ഒരു വസന്തകാലം വന്നതിൻ്റെ സുഖവും സന്തോഷവും. മറുവശത്ത് കവിയുടെ ജീവിതത്തിൽ നഷ്ടദുഃഖങ്ങൾക്ക് ശേഷം, വേദനയുടെയും സംഘർഷത്തിൻ്റെയും ആത്മദുഃഖത്തിൻ്റെയും ഒരു കാലഘട്ടത്തിന് ശേഷം, വൃദ്ധാവസ്ഥയിൽ സന്ധ്യാസമയത്ത്, ജീവിത സന്ധ്യാസമയത്ത് കവിയുടെ ജീവിതത്തിലേക്ക് ഒരു പ്രേമിക നായിക വന്നെത്തിയിരിക്കുന്നു. ആ നായികയുടെ വരവിനെയും ഇവിടെ അവതരിപ്പിക്കുന്നു, വസന്തം വന്നതുപോലെ. പക്ഷേ ഈ നായികയൊക്കെ വർണ്ണിച്ച നിങ്ങൾക്കറിയാം, ഇന്നത്തെ മോഡേൺ നായികയല്ല. അന്ന് കവിയുടെ നായിക വന്നതൊക്കെ ലാസ്റ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ശശി മുകുപ്പർ കുങ്കടലെ ചന്ദ്രസമമായ മുഖത്ത് ശിരോവസ്ത്രമണിഞ്ഞ് നിലാവിൻ്റെ നക്ഷത്രങ്ങൾ ഉദിക്കുന്നത് പോലെ ആ പ്രകാശം മിന്നി കടന്നു വരികയാണ്. പക്ഷേ വന്നതെപ്പോഴാണ്? സന്ധ്യാസമയത്താണല്ലോ നക്ഷത്രങ്ങൾ. ആ സന്ധ്യാസമയം കവിയുടെ ജീവിതത്തിലെ സന്ധ്യാസമയമാണ്. അപ്പോൾ അതൊക്കെ വളരെ വൈകാരികമായി മാനവീയ ഭാവത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നു. ക്യോം യഹ് ഛായാവാദി കവിത ഹൈ? एक ओर प्रकृति का रमणीय वर्णन है, सुकोमल वर्णन है, वसंत ऋतु का वर्णन है, और दूसरी ओर कवि के दुख का और दुख के बाद नायिका के आगमन का वर्णन है। वसंत के आगमन में प्रकृति में हलचल होती है, पल्लवों का या किसलयों का आगमन होता है, फूल खिलने लगते हैं, हवा आती है, उसकी बूंदें पड़ती है, चांदनी रात है, ऐसा वसंत काल का वर्णन है। लेकिन कवि के जीवन में, जीवन की संध्या समय में नायिका आ गई है, प्रेमिका आ गई है। इसलिए कवि कहते हैं, सूखे सुमनों को, सूखे तिनकों को, ഉണക്ക പുല്ലുകൾക്ക് ഇനി എൻ്റെ സ്ഥാനമില്ല. വിരസ ഝാർഖണ്ഡിലേക്ക്, ഝാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം തന്നെയുണ്ട്, ജംഗലോങ്ക ദേശം എന്നർത്ഥം. ആ കാട്ടിലേക്ക് വെക്കും, അവർക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. ബ്യൂട്ടി, ഏതാണോ സൗന്ദര്യമുള്ളത്, ഏതിലാണോ സുഗന്ധമുള്ളത്, അതിങ്ങോട്ട് വരൂ എന്നാണ് കവി പറയുന്നത്. അങ്ങനെയുള്ള 2 ദൃശ്യങ്ങളാണ് ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്. അത് ഇനി ഈ കവിത പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ജയശങ്കർ പ്രസാദ് ഹിന്ദിയിൽ കവിതയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സംസ്കൃത തത്സമ ശബ്ദങ്ങളുണ്ട്.
സംസ്കൃത ശബ്ദങ്ങളെ നമ്മൾ തത്സമ ശബ്ദം എന്ന് പറയും. അതിൻ്റെ തൽഭവ രൂപം 1-2 മാർക്കിനോ 1 മാർക്കിനോ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിനകത്ത് ഒരുപാട് സംസ്കൃത പദാവലികൾ കടന്നുകൂടിയിട്ടുണ്ട്. ആ സംസ്കൃത ശബ്ദങ്ങൾക്ക് പകരം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഹിന്ദി ശബ്ദങ്ങൾ ഉപയോഗിക്കണം. അതിന് ഉദാഹരണത്തിന് നമ്മൾ കവിതയുടെ വരി എവിടെന്നെങ്കിലും അങ്ങനെ എടുത്ത് ചോദിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടത്ത സൗകര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറേ തത്സമ ശബ്ദങ്ങൾ ഒരു സൈഡിലും തൽഭവം അഥവാ ഹിന്ദിയിലേക്ക് പരിഷ്കരിച്ച ശബ്ദം മറുവശത്തുമായിട്ട് വരും. ചേരുംപടി ചേർക്കാനായിട്ട് ചോദിക്കും. ചിലപ്പോൾ 1 മാർക്കിന് ഈ തന്ന കവിതയിൽ നിന്ന് ഒരു വരിയിൽ നിന്നെടുത്തം കണ്ട് ചോദിക്കും. ഇതിൽ സമുദ്രത്തിൻ്റെ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? ഭൂമി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? രാത്രി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന രാത്ത് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? അത് അല്ലെങ്കിൽ ചാന്ത്, നിലാവ്, ചന്ദ്രൻ എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണ്? അതെല്ലാം നിങ്ങൾക്ക് സംസ്കൃത വാക്കുകളിനകത്ത് കിടപ്പുണ്ട്. വായിക്കുമെന്ന് നിങ്ങൾക്ക് കിട്ടും. അതിനുള്ള വാക്കുകൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് അവിടെ ഞാൻ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഞാൻ പറയാം. ഈ നളിന് എന്നൊരു വാക്കുണ്ട്. നളിന് മാനസ നയന നളിനുക്കോ ശിഖർഭരി കമ്പത്തിയാവേഗി കാറ്റുകൊണ്ട് വിറപ്പിച്ചും കുളിരണിയിപ്പിച്ചും എൻ്റെ ജീവിതത്തിലേക്ക് വരും. മാനസ നയന നളിനുക്കോ ഉപമാലങ്കാര പ്രയോഗമാണ്. മനസ്സാകുന്ന നയന നളിനത്തെ, മനസ്സാകുന്ന നയനം കണ്ണ് തുറക്കുന്നതിനോടൊപ്പം മനസ്സ് തുറക്കുന്നു. അത് നളിനം. നളിന ശബ്ദകർത്തെ കമൽ, താമര. ആ നളിനത്തെ തുറക്കും, സ്പർശിച്ച് തുറക്കും. അപ്പം നളിനം എന്ന വാക്കിന് കമൽ, താമര അവിടെ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ശശികിരണേം, ശശിക്ക് കിരണേം, ശശി മീൻസ് ചാന്ത്, അങ്ങനെ ഉപയോഗിച്ചു. ഭൂമി എന്നുള്ള വസുധ എന്ന വാക്ക് ഉപയോഗിച്ച് വസുധ, ഭൂമി, നഭ്, ആകാശ്, ഇങ്ങനെയുള്ള സംസ്കൃത ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചേരുംപടി ചേർത്ത് എഴുതാനോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിട്ടോ ഒറ്റ ചോദ്യമായിട്ടോ ചോദിക്കാം. അപ്പോൾ അതിന് ഈ കവിത വളരെ സഹായകമാണ്. കവിത പഠിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 കവിയുടെ പേര് ജയശങ്കർ പ്രസാദ്, 2 കിസ് പ്രകാർ കി കവിത ഹെ എന്ന് ആദ്യം തന്നെ എഴുതണം. ഛായാവാദി കവിത ഹെ. ഇസ് കവിത മീൻ ക്യാ ഹെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടണം. എന്താ ക്യാ ഹെ എന്ന് ചോദിച്ചാൽ ഉത്തരം യഹ് ഛായാവാദി കവിത ഹെ, പ്രകൃതി കാ രമണീയ വർണ്ണൻ ഹെ, വസന്തകാൽ കാ വർണ്ണൻ ഹെ और इसके साथ ही साथ कवि के नष्ट हुए सपनों का और कवि के जीवन में आए परिवर्तन का, नायिका के आगमन का वर्णन है. ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ കവിയെ പരിചയപ്പെടുത്തി, കവിതയെ പരിചയപ്പെടുത്തി. ഇനി എന്താ വേണ്ടത്? കവിതയുടെ ഒരു ആശയം. ചിലപ്പോൾ 4 വരി മാത്രമായിരിക്കും തന്നിട്ട് ചോദിക്കുന്നത്. പക്ഷേ കവിതയുടെ ഒരു ശരിക്കുള്ളൊരു ചെറിയ ആശയം നമുക്കൊരു പാരഗ്രാഫായിട്ട് എഴുതാം. എന്നിട്ട് ഈ തന്നിരിക്കുന്ന വരിയുടെ ഗദ്യാർത്ഥവും കൂടി എഴുതുമ്പോൾ ഓക്കെ. ഇനി ഏതെങ്കിലും തത്സമ ശബ്ദങ്ങൾ അവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൽഭവ ശബ്ദം കൂടെ എഴുതിയിട്ട് നമുക്കൊരു സെൻറ്റൻസ് അവിടെ എഴുതാം. കവീനെ ഈസ് കവിതാമേം അനേക സംസ്കൃത ശബ്ദോं का प्रयोग किया है എന്നൂടെ എഴുതാം. അങ്ങനെ നല്ല നല്ല പ്രയോഗങ്ങൾ. ജവാ കുസുമസി ഉഷാ കിലേഗി മെഹ് മേരി ലഘു പ്രാചീമേം, മേരി ലഘു പ്രാചീമേം, എൻ്റെ കിഴക്കൻ ദിക്കിൽ. സാധാരണ ആകാശത്ത് അന്തരീക്ഷത്തിൽ ചന്ദ്രൻ ഉദിക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് ഇവിടെ കവി പറഞ്ഞിരിക്കുകയാണ് മേരി ലഘു പ്രാചീമേം, മേരി പൂർവീ ദിശാമേം പൂരഭൂമേം, എൻ്റെ ജീവിതത്തിൻ്റെ കിഴക്കൻ ദിക്കിൽ. ജവാ കുസുമുസി ഉഷാക്കിലേകി, ചെമ്പരത്തി പൂവിനെ പോലെ പ്രഭാതം പൊട്ടിവിടരും. എൻ്റെ ജീവിതത്തിലേക്ക് ഇന്നലെ വരെ നഷ്ടദുഃഖങ്ങളും സന്ധ്യായുമാണെങ്കിൽ ഇപ്പോൾ ഉഷാക്കിലേകി. ഉഷ കോൻ ഹെ ഉഷ? പ്രഭാത്, സുബ സുബ. ആ പ്രഭാതം ഇവിടെ മാനവീയ ഭാവമാണ്. എൻ്റെ ജീവിതത്തിലേക്ക് പ്രഭാതം പൊട്ടിവിടരുമെന്ന പ്രയോഗം. ഇതൊക്കെ വളരെ ലളിതമാകും, വളരെ നല്ല രീതിയിൽ. ആശാസേ അങ്കുരു ചൂലേങ്കെ, എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ തളിരുകളുണ്ടാകും. പല്ലവ പുളകിത് ഹോങ്കെ, ജീവിതത്തിൽ തളിരുകളുടെ താലോലവും അവിടെ തിരമാലകളും ഉണ്ടാകും. അപ്പോൾ ഒരു ഭാഗത്ത് പ്രകൃതിയിലെ തളിരുകൾ കാറ്റത്താടി ഉലയുന്നു, മറുഭാഗത്ത് കവിയുടെ ജീവിതത്തിലുള്ള ആനന്ദവും കൂടി സമന്വയിപ്പിച്ചെഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് ഏത്? മധുഋതു എന്ന കവിത. നമ്മൾ നേരത്തെ പഠിച്ചു. അതിൻ്റെ നോട്ട്സ് നിങ്ങളിലുണ്ട്. ഗദ്യാർത്ഥം എഴുതണം. അതിനോടൊപ്പം സൈഡ് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ് ഏരിയ പറഞ്ഞിട്ടില്ല. ഈ ഹമാര അധികാർ ഹെ എന്ന് പറയുന്ന ഒരു ഈ IT മേഖലയായിട്ട് നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് കത്തിൻ്റെ മോഡലുണ്ട്. അത് നേരത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫോർമാറ്റൊക്കെ അറിയുക, ചോയ്സിൽ ഉപയോഗിച്ചാൽ ഫുൾ മാർക്ക് കിട്ടും. അത് നിങ്ങൾ ഫ്രം ആൻഡ് ടു ഒക്കെ വെച്ച് എഴുതാൻ പറ്റുമെങ്കിൽ. ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. ഫോക്കസ് ഏരിയ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ഉപേക്ഷിക്കാം. പക്ഷേ ആ ഭാഗങ്ങളിൽ നിന്ന് കുറേ ഇംഗ്ലീഷ് ശബ്ദങ്ങൾ നമ്മുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് എടുത്തു പറഞ്ഞിട്ടുള്ള കുറേ ശബ്ദങ്ങളുണ്ട്. ആ ശബ്ദങ്ങൾ പഠിച്ചു വച്ചിരിക്കുക. അത് ചേരുംപടി ചേർത്ത് എഴുതാനായിട്ട് ഇംഗ്ലീഷും ഹിന്ദിയും കൂടെ തരും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇപ്പോൾ അധികാർ,
റൈറ്റ് അവകാശം, ആക്ട് സൂചന ആക്ട്, ഇൻഫർമേഷൻ ആക്ട് നിയമം, അതൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. അതോ അല്ലെങ്കിൽ താരീഖ്, ഡേറ്റ്, സേവാ മീൻ, ടു അഡ്രസ്സ്, പിന്നെ ഡയറക്ടറേറ്റ്, നിർദ്ദേശാലയ, ഉച്ച മാധ്യമിക് കക്ഷ, ഹയർ സെക്കൻഡറി ക്ലാസ്, ഇങ്ങനെയൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ പുസ്തകത്തിൻ്റെ 2 പേജുകളിലായിട്ട് കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. നിങ്ങൾക്ക് ആ പാഠഭാഗത്ത് വന്ന ആ വാക്കുകളെങ്കിലും ഓർമ്മിച്ച് വെച്ചിരുന്നാൽ ഒരു പ്രയാസവും കൂടെ 2 മിനിറ്റ് കൊണ്ട് ഇംഗ്ലീഷ് ശബ്ദങ്ങളെ ഹിന്ദിയിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വയ്ക്കാം. ചേരുംപടി എടുത്തുവെച്ചാൽ മതി. മുമ്പൊക്കെ പരീക്ഷകളിൽ നമ്മൾ അതൊന്നും പാഠഭാഗത്തോ ഫോക്കസ് ഏരിയയിലോ ആവേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ചോദിക്കാറുണ്ട്. നമ്മുടെ ഈ ഒരു ഭാഷ നമ്മൾ പഠിക്കുമ്പോൾ ആ ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ചില ചെറിയ ചെറിയ വാക്യങ്ങൾ തന്നിട്ട് ട്രാൻസ്ലേഷൻ ചോദിക്കും. ആ ട്രാൻസ്ലേഷന് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. നമ്മളെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു 4 വരികൾ സംഭാഷണങ്ങൾ തന്നിട്ട്, വാർത്താലാപ് തന്നിട്ട് ചോദിക്കുമ്പോൾ, ഉദാഹരണത്തിന് മേ ഐ കം ഇൻ സർ, ടീച്ചർ ജി മൈ അന്തറാവും, ഞാൻ അകത്തേക്ക് കയറി വരട്ടോ, വൈ ആർ യു സോ ലേറ്റ് ക്യോ ഹോ ഗയി, മേരി മാ, അല്ലെങ്കിൽ മദർ വാസ് ഇൽ, മേരി മാ ബുക്കാർ ഹെ, അല്ലെങ്കിൽ ബീമാർ ഥി, ഓ സോറി ഐ ആം സോറി, മാ അബ് കൈസി ഹെ, ദുഃഖ് ക്ഷമാ കരെ, അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ടോ, കൈസി ഹെ എന്നൊക്കെ അങ്ങോട്ട് ചോദിക്കുമല്ലോ നമ്മൾ. അങ്ങനെ ഒരു കുട്ടി ലേറ്റായി വരുമ്പോൾ ഒരു ടീച്ചർ ചോദിക്കുന്നതോ, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛനും മകനും തമ്മിൽ ഒരു സംഭാഷണം വരുന്നതൊക്കെ ഉള്ള സിമ്പിൾ സംഭാഷണങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഒരു ലേഖകൻ പ്രസാദിനെ കുറിച്ചോ പ്രേംചന്ദിനെ കുറിച്ചോ ഒക്കെ കേട്ടിട്ടുള്ള ഡയലോഗുകൾ ഒരു ചെറിയ 3-4 വരികൾ തന്നിട്ട് ട്രാൻസ്ലേഷൻ ചോദിക്കുന്ന ഒരു രീതി മുമ്പേ ഉണ്ട്. അത് ഇപ്പോഴും ആവർത്തിക്കാം. അങ്ങനെ കിട്ടിയാൽ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ആണെന്നോ അല്ലെന്നോ അല്ല വിഷയം. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് നിങ്ങൾക്കിപ്പം ഒരു ലേഖകൻ്റെ പേര്, പ്രേംചന്ദിൻ്റെ ഒരു പാഠം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു നാടകീയ രൂപം ജുലൂസ് എന്ന പേരിലൂടെ കിടപ്പുണ്ട്. അപ്പോൾ പ്രേംചന്ദിൻ്റെ ഒരു 2 സെൻറ്റൻസ് അറിയാത്ത ഏത് കുട്ടിയെ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുമ്പോൾ ഉടനെ പറയും, പ്രേംചന്ദ് ഹിന്ദിക്ക് കഹാനിക്കാർ അവർ ഉപന്യാസകാർ ഹെ, ഹി വാസ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് നോവലിസ്റ്റ് എന്ന് പറയും. ഹി വാസ് ബോൺ കാശി, ഉസ്കാ ജന്മ കാശി മേ ഹുവാ ഥാ എന്ന് പറയാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഇംഗ്ലീഷ് തന്നിട്ട് പ്രേംചന്ദ് കാ ജന്മ കാശി മേ ഹുവാ ഥാ, ഉപന്യാസ് അവർ കഹാനി ലിഖേ ഹേ, അവർ ഉनके പ്രമുഖ ഉപന്യാസ് ഹേ ഗോദാൻ, അവർ പ്രസിദ്ധ കഹാനി ഹേ ഠാക്കൂർ കാ കുആ, 10ാം ക്ലാസ്സിൽ പഠിച്ചു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പാരഗ്രാഫ് തന്നാൽ നമ്മൾ ഹിന്ദി പറയുന്നത് ഇംഗ്ലീഷിൻ്റെ കാര്യം നിൽക്കട്ടെ, ആ ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാള ആശയം എടുത്തിട്ട് ഹിന്ദിയിലേക്ക്. കബീർദാസിനെ നിങ്ങൾക്ക് പഠിക്കാൻ ഞാൻ പല ക്വസ്റ്റ്യനിലും കണ്ടിട്ടുണ്ട്. കബീർദാസിൻ്റെ ഒരു കൊച്ചു പാരഗ്രാഫ് തന്നിട്ട് ഇംഗ്ലീഷ് തന്നിട്ട് ഹിന്ദിയിലേക്ക്. അപ്പോൾ കബീർദാസിനെ കുറിച്ച് നമ്മൾ ഇംഗ്ലീഷ് ഒന്ന് വായിച്ച് നമുക്ക് അപ്പോഴേ കിട്ടി. കബീർദാസിനെ കുറിച്ച് എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതല്ലേ, കബീർദാസ് കാ ജന്മ കാശി മേ ഹുവാ ഥാ, പ്രാചീന കവി ഹെ, ഭക്ത കവി ഹെ, और ഏകേശ്വരവാദി ഹെ, ദോഹെ ലിഖേ ഹെ, സാമൂഹിക പരിഷ്കർത്താവ്, സോഷ്യൽ റിഫോർമർ എന്ന നിലയിലാണ് കബീർദാസിനെ അറിയപ്പെടുന്നത് എന്നുള്ള ഒരു ഗദ്യം ഹിന്ദിയിൽ നമുക്ക് മിക്കവാറുള്ളവർക്ക് അറിയാം. ക്ലാസ്സുകളിൽ എപ്പോഴും സംസാരിക്കുന്നതാണ് കബീർദാസിനെ കുറിച്ച്. അപ്പോൾ 8ാം ക്ലാസ്സിലുണ്ടായിരുന്നു, 10ലുണ്ടായിരുന്നു, +1 ക്ലാസ്സിലും വന്നിരിക്കുന്നു കബീറിൻ്റെ ദോഹെ. അപ്പോൾ സ്വാഭാവികമായിട്ടും കബീറിൻ്റെ ഒരു പ്രൊഫൈൽ ഇംഗ്ലീഷിൽ തന്നാൽ ഹിന്ദിയിൽ ക്ലാസ്സിൽ കേട്ട ഓർമ്മ വെച്ച് 4 സെൻറ്റൻസ് അങ്ങ് എഴുതി വയ്ക്കണം. അതിനകത്ത് ഇത്തിരി തെറ്റൊക്കെ വരാം. കാരണം നിങ്ങളങ്ങ് ട്രാൻസ്ലേഷൻ ഡിപ്ലോമ ഒന്നും കഴിഞ്ഞ് വന്ന കുട്ടികളല്ല, +1ലേക്ക് വരുന്ന കുട്ടികളാണ്. നിങ്ങളെ സംബന്ധിച്ച് നമുക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തെഴുതിയാലും ആ ഗദ്യാർത്ഥം ഒരു രൂപത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ വലിയ വ്യാകരണ മിസ്റ്റേക്കൊന്നും നോക്കാതെ ഫുൾ മാർക്ക് തരും. ഞാനല്ലേ ഉറപ്പ് വരുന്നത്. നമ്മൾ എത്ര കുട്ടികൾ നമ്മൾ അങ്ങനെ ഫുൾ മാർക്ക് കണ്ടു കേട്ടു, അതനുസരിച്ച് നിങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങളത് സ്വീകരിക്കുക. അങ്ങനെ ട്രാൻസ്ലേഷൻ ചോദിക്കാം. ജനറലായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചോദിക്കുക ഇതിനിടയ്ക്ക് കൂടെ. അതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ എഴുതിയാൽ മതി. പക്ഷേ ഫോക്കസ് ഏരിയയിലെത്തില്ലെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാം. പക്ഷേ നമുക്ക് 80 ആദ്യം ഇനി നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രാവശ്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്താ, 20 മാർക്കിൻ്റെ കൂൾ ഓഫ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാവുന്നതുണ്ട്. പക്ഷേ ആദ്യം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ കിട്ടിയ ഉടൻ ഇതിൽ ഏതൊക്കെ നമ്മൾ 80 മാർക്കിന് സ്വീകരിക്കുമെന്നുള്ളത് പെൻസിലിട്ട് ചോദ്യ പേപ്പറിലേക്ക് ഒന്ന് ടിക്ക് ചെയ്ത് വയ്ക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം 10ാം ക്ലാസ്സിലെ പോലെയല്ല, ഈ 2.5 മണിക്കൂർ 3 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരുപാട് എഴുതാനുണ്ടാവും, നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എഴുതുമ്പോൾ ഏതൊക്കെ സ്വീകരിക്കണമെന്ന് അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കൂൾ ഓഫ് ടൈമിലൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമ്മളത് പെൻസിലിട്ട് മാർക്ക് ചെയ്തു, ഇതെനിക്കറിയാം. അപ്പോൾ 80 മാർക്കിന് ഇത്രയും മതി. ഇനി 10ാം ക്ലാസ് സ്വീകരിച്ച മാർഗം എന്താ, 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നമ്മൾ 90 മാർക്ക് വരെ എഴുതിയ അല്ലെങ്കിൽ 80 മാർക്കിന് എഴുതിയ കുട്ടികളുണ്ട്. അതിൽ നിന്ന് ആവശ്യത്തിന് എടുത്തിട്ട് 40-ന് 40 അങ്ങ് കൊടുത്തു. അപ്പം നമുക്ക് 80 മാർക്കിനെന്നുള്ളത് ഇനി 160 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും.
ഈ 160 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ചോയ്സ് ഉൾപ്പെടെ തന്നിട്ടുള്ളപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എഴുതാൻ കഴിയുമെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ 80 എഴുതിയത് പൂർണ്ണമായും ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. അത്രയൊക്കെ നമുക്ക് ചെയ്യാനുള്ള സമയം കിട്ടും. അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഈ കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒന്ന് ടിക്ക് ചെയ്തൊക്കെ നോക്കുക, ഏതൊക്കെ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് വരാം. ജുലൂസ്. ജുലൂസ് എന്ന് പറഞ്ഞാൽ പ്രേംചന്ദിൻ്റെ കഥയാണ്. കഹാനിയെ ചിത്രാമുദ്ഗുൾ എന്ന് പറയുന്ന ഒരു ലേഖിക നാടകരൂപമാക്കിയിരിക്കുകയാണ്. ജുലൂസ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ജുലൂസ് ജാഥ നിങ്ങൾക്കറിയാം. അതിനകത്ത് 2 കഥാപാത്രങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് ഇബ്രാഹിം അലിയും മറ്റൊന്ന് ഇൻസ്പെക്ടർ ദാരോഗ ബീർബൽ സിംഗ്. 2 ചിത്രങ്ങൾ നമ്മളെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഇവർ രണ്ടുപേരെയും വെച്ച് നമ്മൾ ക്യാരക്ടറൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലിയുടെ ക്യാരക്ടറൈസേഷനൊക്കെ നമ്മൾ എഴുതി. സ്വാതന്ത്ര്യ സമരത്തിൽ രക്തസാക്ഷിയായ ഇബ്രാഹിം അലിയുടെ ക്യാരക്ടർ സ്കെച്ച്, ചരിത്ര ചിത്രം നമ്മൾ എഴുതി വെച്ച് പഠിച്ചതാണ്. എന്താണ് അയാൾ ചെയ്തത്? ഉन्होंने क्या किया है? जुलूस ले लिया था. ജാഥ സംഘടിപ്പിച്ചു. കിസ്കേ ലിയെ? സ്വതന്ത്രതാ കേ ലിയെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ജാഥയിൽ ആദ്യം കുറച്ചാളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ജാഥ എന്ത് സംഭവിച്ചു? ജുലൂസിനെ എന്ത് ചെയ്തു? വഴിയിൽ തടഞ്ഞു. ആരുടെ നേതൃത്വത്തിൽ? ദാരോഗ ബീർബൽ സിംഗ് के नेतृत्व में. इब्राहिम अली कैसे आदमी है? अहिंसावादी है. इसलिए उन्होंने क्या कहा था? हम മോട്ടോറിയം തോടിനെ യാ ദൂക്കാൻ ലൂട്ടിനെ നഹി ആയേ ഹെ. ഇന്നത്തെ ആളുകൾ ചെയ്യുന്നത് പോലെ മോട്ടോർ വാഹനങ്ങൾ തകർക്കാനോ കെട്ടിടങ്ങൾ തകർക്കാനോ പൊതുമുതൽ നശിപ്പിക്കാനോ അല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഹമാര ലക്ഷ്യ ഇസ്കെ ഊപ്പർ ഹെ. ഞങ്ങളുടെ ലക്ഷ്യം ഇതിനൊക്കെ അപ്പുറത്തോട്ടാണ്. അതൊരു അഹിംസാവാദിയുടെ ഇതാണ്. ആ സ്വാതന്ത്ര്യത്തിൽ ഇനി പിറകോട്ട് പിന്തിരിഞ്ഞു പോകാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഹം പീച്ചേനെയും ജായെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകില്ല എന്നാ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു വീര ദേശാഭിമാനിയുടെ കഥയാണ് നാടകരൂപത്തിലാക്കിയിരിക്കുന്നത്. മൂലകഥാലേഖക കോൻ ഹെ? പ്രേംചന്ദ്. നാടകരൂപ കിസ്നെ കിയാ ഹെ? ചിത്രാമുദ്ഗുൾ. കഹാനി കാ നാം ക്യാ ഹെ? ജുലൂസ്. യഹ് ഏക് നാട്യരൂപ ഹെ, നാടകരൂപ ഹെ. നാടക ശൈലിയിൽ എഴുതിയിരിക്കുകയാണ്. പ്രേംചന്ദിൻ്റെ കഥകളൊക്കെ നിങ്ങൾക്കറിയാം. 10ാം ക്ലാസ്സിൽ നമ്മൾ ടാക്കൂർ കാ കൂവ കഥയൊക്കെ പഠിക്കാൻ എന്ത് ബുദ്ധിമുട്ടി. പക്ഷേ ഇതായപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡയറക്റ്റ് വായിച്ചങ്ങ് പോകാൻ പറ്റുകയാണ്. സംഭാഷണ ശൈലിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രത്യേകത നമ്മൾ കാണേണ്ടത്, ജുലൂസ് എന്ന കഥയിൽ നമ്മൾ കാണേണ്ടത്, പ്രേംചന്ദ് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കാതെ കുറേ ആളുകളെങ്കിലും പിന്തിരിഞ്ഞു നിന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ 3 കഥാപാത്രങ്ങളെ ഈ കഥയുടെ ആദ്യം പറയുന്നുണ്ട്. ആരൊക്കെയാണ്? ദീനദയാലും മൈക്കുവും പിന്നെ ശംഭുനാഥ് എന്ന് പറയുന്ന 3 കഥാപാത്രം. ഇവരൊക്കെ ആരാണ്? സാധാരണക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദൂക്കാൻ ചലാനെ വാല, ചെരുപ്പൂത്തിയും കടകൾ നടത്തുന്നവരുമായിട്ടൊക്കെ കാണിച്ചത്. എന്താണ് കാരണം? അവരിലേക്ക് സ്വാതന്ത്ര്യ ബോധമൊന്നും അത്ര ചെന്നിട്ടില്ല. ഉन्होंने क्या किया है? उसका परिहास किया है. ജാഥയെ കളിയാക്കി. പിന്നെ ഗാന്ധിജി പോലും വർഷങ്ങളോളം വിചാരിച്ചിട്ട് നടക്കാത്ത സമരമല്ലേ ഇവർ പോയിട്ട് ഇപ്പം അടിയും മേടിച്ചുകൊണ്ട് വരുന്ന നോക്കിയോ എന്ന് പറഞ്ഞ് പരിഹസിച്ച്. ആരൊക്കെയാണ്? ദൂക്കാൻ ചലാനേവാല, കോൻ ഹെ? ദീനദയാൽ, മൈക്കു അവർ ശംഭുനാഥ്. ഈ 3 കഥാപാത്രത്തെ നമ്മൾ ഓർമ്മിച്ചോണം. ഇവരെന്താ ചെയ്തത്? ആദ്യം ഇതിനെ പരിഹസിച്ചു. ദീനദയാൽ, ശംഭുനാഥ് അവർ, മൈക്കു. പക്ഷെ എപ്പോഴാണോ ഇബ്രാഹിം അലി കുതിരച്ചവിട്ട് കൊണ്ട് അല്ലെങ്കിൽ കുളമ്പടിക്ക് അടിപ്പെട്ട് താഴെ വീണത്, അപ്പോൾ ജനങ്ങളെല്ലാം അവിടത്തേക്ക് ഒരുമിച്ച് കൂടിയപ്പോൾ ഇവിടെ എവരും കടയടച്ചിട്ട് ഇനി നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല, എന്നെങ്കിലും ഒരു ദിവസം മരിക്കേണ്ടി വരും, അത് ഇന്നെങ്കിൽ ഇന്ന്, നല്ല കാര്യത്തിനല്ലേ എന്ന് പറഞ്ഞിട്ട് ദൂക്കാൻ ബന്ദ് കറക്കെ കടയടച്ചിട്ട് ഇവരെല്ലാം പോവുകയാണ്. ആരൊക്കെയാണ്? ഈ പറഞ്ഞ സാധാരണക്കാർ. ഇതായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും അവസ്ഥ. രാജ്യത്തെ എല്ലാ ഭാഗത്തെ ജനങ്ങളിലും ഇന്നത്തെ പോലെ ചാനലുകളില്ല, മീഡിയ മാർഗങ്ങൾ മറ്റൊന്നുമില്ല, ഭൂപ്രകൃതി അനുസരിച്ച് നമ്മളെ എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ ഇല്ല. എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂടി സമരം ചെയ്യും. പക്ഷെ ഇവിടെ പ്രേംചന്ദ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുടെ മാനസിക പരിവർത്തനമാണ്. ജോ ലോഗ് പഹലെ സ്വതന്ത്രതാ സംഘർഷ് സെ വിമുഖ് थे, परिहास करते थे, लेकिन इब्राहिम अली कोड़ों के टापों के नीचे पड़े तो शहीद बन गए तो उन्होंने क्या किया? दुकान बंद करके वे भी जुलूस में भाग लिए. അവരും ജാഥയിൽ പങ്കെടുത്തു. ആ ജാഥയിൽ പങ്കെടുത്ത മാനസിക പരിവർത്തനം ഒരു വശത്ത് കാണിച്ചു. മറ്റൊരു ഭാഗം നമ്മൾ ലാസ്റ്റ് കാണണം, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് എന്തെങ്കിലും ചോദിക്കാം. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലാസ്റ്റിൽ വരുമ്പോൾ ഇബ്രാഹിം അലിയുടെ
ഈ രക്തസാക്ഷിത്വം സംഭവിക്കും. ഇവിടെ അങ്ങനെ കുതിരക്കുളമ്പടിയിൽ പെട്ടുവെന്നും അദ്ദേഹത്തെ സ്ട്രക്ചർ എടുത്ത് അവർ കൊണ്ടുവന്ന തടിയിലും മറ്റുമൊക്കെ കെട്ടി കൊണ്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ. കഥയുടെ ബാക്കിയുണ്ട്. അദ്ദേഹം മരിക്കുന്നു. ഗംഗാനദിയുടെ തീരത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ശവസംസ്കാരം നടത്തുന്നു. അങ്ങനെ നടത്തുമ്പോൾ അവിടെ ഒരു ഹിന്ദു മുസ്ലിം മതമൈത്രിയെ കാണിക്കുന്നു. 2, ബീർബൽ സിംഗ് വീട്ടിൽ ചെല്ലുമ്പോൾ ഇൻസ്പെക്ടറോട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ഘോര അപരാധമാണ്. ഇബ്രാഹിം അലിയെ പോലൊരു ദേശാഭിമാനിയെ നിങ്ങൾ വധിക്കുകയോ അല്ലെങ്കിൽ മരണത്തിന് കാരണക്കാരനായ തങ്ങൾ ചെയ്തത് ഒരു ഘോര അപരാധമാണ് എന്ന് പറഞ്ഞ് ഭാര്യ പോലും കുറ്റപ്പെടുത്തിയപ്പോൾ പശ്ചാത്താപ വിവശനായ ഇൻസ്പെക്ടർ അഥവാ ദാരോഗ ബീർബൽ സിംഗ് ഇബ്രാഹിം അലിയുടെ ഭാര്യ ഇപ്പോൾ വിധവയാണ്. ആ വിധവയുടെ അടുത്ത് ചെന്ന് ദുഃഖം അറിയിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഒരു മാനസിക പരിവർത്തനം കൂടി ഈ കഥയിൽ പ്രേംചന്ദ് ഉദ്ദേശിക്കുന്നു. അതാണ് നമ്മുടെ അഹിംസയുടെയും ഭാരതീയ തത്വശാസ്ത്രങ്ങളുടെയും അവസാന ലക്ഷ്യം. മറ്റൊന്ന്, ഒരു മുസൽമാനായിരുന്നിട്ട് പോലും അദ്ദേഹം ഗംഗാ നദിയിൽ തന്നെ അല്ലെങ്കിൽ അവിടെ സമർപ്പിക്കാനും ഗംഗയിൽ കുളിപ്പിക്കാനും പറഞ്ഞനുസരിച്ച് അവിടെ ശവസംസ്കാരം നടത്തുന്നു. അവിടെ ജനങ്ങൾ ഒത്തുകൂടുന്നു. ധാരാളം ആളുകൾ ജാഥയിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ ഇബ്രാഹിം അലി അവസാന നിമിഷത്തിൽ പറഞ്ഞു, ഇനി ജാഥ പിരിച്ചുവിടണം, കാര്യം ഇനി ജനങ്ങൾ അക്രമാസക്തമാകും, പൊതുമുതൽ നശിപ്പിക്കും. ഇത് അഹിംസയുടെ പാഠമല്ല, ജനങ്ങളിൽ വന്ന മാനസിക പരിവർത്തനമാണ് അഹിംസയുടെ ആദ്യത്തെ പാഠം. ഇതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാണ് നാടകം അവസാനിക്കുന്നത്. അത്ര നല്ലൊരു രീതിയിലാണ് കഥ അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിനെ നിങ്ങൾ ഒന്നുകൂടി വായിച്ചിട്ട് കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളൊക്കെ ആര് പറഞ്ഞെന്നൊക്കെ ചോദിക്കാം. ക്യാരക്ടറൈസേഷൻ നിങ്ങൾ ചരിത്രചിത്രം എഴുതാനായിട്ട് ഇബ്രാഹിം അലിയുടെ മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബീർബൽ സിംഗിനെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിൽ ഈ ഒരു നല്ല മാറ്റം അവിടെ നമ്മളുണ്ട്. പക്ഷേ അദ്ദേഹം ബ്രിട്ടീഷ് പോലീസുകാരുടെ അനുയായി ആകുമ്പോൾ അദ്ദേഹത്തിന് മേലധികാരി പറയുന്നതനുസരിച്ച് ജാഥയെ തടയാതിരിക്കാൻ പറ്റില്ല, അല്ല അതിചാർജ് നടത്തുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അദ്ദേഹം പശ്ചാത്തപിക്കുന്നു. അത് നമ്മൾ പഠിച്ചു വയ്ക്കുക. പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് അതിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പക്ഷേ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ. നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം മെസ്സേജുള്ള പോസ്റ്ററുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് പല വിശേഷ ദിവസങ്ങൾക്കൊക്കെ, അതിൻ്റെ ദിനാചരണങ്ങൾക്ക്. ഇതല്ല, ഒരു നാടകമായി ഇതിനെ നമ്മൾ ഹിന്ദി ദിവസ് ഇപ്പം കടന്നുപോയല്ലോ. സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ് കടന്നുപോയി. സ്കൂളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിനെ നല്ല രീതിയിലേക്ക് ആഘോഷിച്ചാൽ ഇപ്പോൾ ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടു. ആ ഹിന്ദി ദിവസം ഈ പാഠം പഠിപ്പിക്കേണ്ട സമയമാണ് സ്കൂളുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഹിന്ദി ക്ലബ്ബുകാർ വിചാരിക്കുന്നു ഈ നാടകത്തെ, കഥാരൂപത്തെ നാടകമായി നമ്മുടെ സ്കൂളിൽ അവതരിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ അത് അറിയിച്ചുകൊണ്ടൊരു പോസ്റ്റർ എങ്ങനെ നിങ്ങൾ അവിടെ എഴുതി ഒട്ടിക്കും എന്ന് നിങ്ങൾ പതിപ്പിക്കുന്നു പറഞ്ഞാൽ എങ്ങനെ നിങ്ങൾ പോസ്റ്റർ എഴുതും? ആദ്യം നമ്മൾ ഏറ്റവും മുകളിലായിട്ട് എഴുതും ജുലൂസ്, ടൈറ്റിൽ കൊടുക്കും ജുലൂസ്. എന്നിട്ട് എന്തെഴുതും? നാട്യരൂപ്. പിന്നെ എന്തെഴുതും? മൂലകഥാലേഖക് പ്രേംചന്ദ്. അപ്പോൾ കേൾക്കുന്ന കുട്ടികളൊക്കെ പ്രേംചന്ദ് നമുക്കറിയാം, ഞങ്ങൾ 10ാം ക്ലാസ്സിലും പഠിച്ചല്ലേ പ്രേംചന്ദ്. നാടകരൂപം ചിത്രാമുദ്ഗുൾ. അവതരണം ആര്? ഗ്യാരകവിയും കഷാക്കെ ഛാത്ര, +1 ക്ലാസ്സിലെ കുട്ടികൾ, അല്ലെങ്കിൽ ഹിന്ദി ക്ലബ്ബ് കി ഓർ സെ, ഹിന്ദി ക്ലബ്. നിർദ്ദേശക്, സംവിധാനം, ഡയറക്ഷൻ ആര്? നിങ്ങളുടെ ഹിന്ദി അധ്യാപകൻ്റെ പേര് ഓർമ്മയുണ്ടെങ്കിൽ എഴുതിയാൽ. ഇത്രയും സബ്കാ സ്വാഗത്. ഇനി എവിടെ സ്ഥലം? സ്കൂൾ ഓഡിറ്റോറിയം, സ്കൂൾ സഭാ ഹാൾ. സമയമോ 10 ബജെ. ദിവസമോ 14/9/2021 സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ് നമ്മൾ അവതരിപ്പിക്കുന്നു. തീയതി പരീക്ഷയ്ക്ക് ഉണ്ടാവും, നമ്മളെ ക്വസ്റ്റ്യനിലുണ്ടാവുമെങ്കിൽ ആ ഡേറ്റ്. എന്ന കഥയുടെ പോസ്റ്റർവൽക്കരണം നമ്മൾ ചോദിച്ചാൽ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 7 മാർക്ക്, 10ാം ക്ലാസ്സിലെ കിട്ടിയാൽ ഇവിടെ 7-8 മാർക്കിനൊക്കെ പോസ്റ്റർ ചോദിക്കണേ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് ഏറ്റവും ശീർഷകം കൊടുക്കുന്നതാണ് ജുലൂസ്. അപ്പം ജുലൂസ് എന്താ? അപ്പം ബോർഡ് ഒന്ന് കാണുന്നവർക്ക് തോന്നണം ജുലൂസ് എന്താ? നാട്യരൂപ്. മൂലകഥാലോക് കോൻ ഹെ? പ്രേംചന്ദ്. നിർദ്ദേശക് കോൻ ഹെ? കക്ഷാ കെ അധ്യാപകൻ, നിങ്ങളുടെ അധ്യാപകൻ. നാടകരൂപം ചിത്രാമുദ്ഗുൾ. അവതरण हिंदी क्लब की ओर से. कहां? स्कूल सभा ഹാൾ में. किस दिन को? തീയതി എന്നാണ്? നമുക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീയതി എഴുതാം, അല്ലെ പരീക്ഷ തീയതി ആയിക്കോട്ടെ, കുഴപ്പമില്ല. അല്ലെ ഹിന്ദി ദിവസമാണെങ്കിൽ സെപ്റ്റംബർ 14 എഴുതാം. അങ്ങനെ സബ്കോ സ്വാഗത്, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, ഇങ്ങനൊരു പോസ്റ്റർ എഴുതാം. അപ്പൊ അങ്ങനെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇതിഹാസ് കി ഓർ, സ്വതന്ത്രതാ സംഘർഷ കി ഓർ ആപ്കാ സ്വാഗത് ഹെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സെന്റൻസ് കൊടുത്ത് പോസ്റ്റർ എഴുതാം.
അങ്ങനെ നമുക്ക് ആ പോസ്റ്റർ നമുക്ക് എഴുതി അത് മാർക്കപ്പ്. അപ്പം പറഞ്ഞത് അനുതാപം എന്നുള്ള ലഘുകഥ, മധുർദു എന്നുള്ള കവിത, ജുലൂസ് എന്ന് പറയുന്ന പാഠം. യൂണിറ്റ് മൊത്തം പറഞ്ഞിട്ടില്ല, ഇത്രയാണ് അതിനകത്തുള്ള ഫോക്കസ് ഏരിയയിലുള്ള പാഠങ്ങൾ. ഇനി രണ്ടാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് കബീറിന്റെ ദോഹ മാത്രമേ ഈ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളൂ. കബീറിന്റെ ദോഹ മാത്രം. ആ കബീറിന്റെ ദോഹ നമ്മള് ഈ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് ആകെ കൂടി ഒരു പാഠമാണ് പറഞ്ഞിരിക്കുന്നത്. കബീറിന്റെ ദോഹകളെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 1, 2, 3, 4, 5 ദോഹകളാണ് പഠിക്കാനുള്ളത്. എന്താ ദോഹയിൽ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ആശയം മനസ്സിലാക്കിയിട്ടുണ്ട്, സൈഡ് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ പരീക്ഷ ചോദിക്കണേ? ഒരു ദോഹ തന്നിട്ട് അതിന്റെ 1 മാർക്കിന്റെ ഒരു ചോദ്യം ചോദിക്കും. കിസ്കെ ദോഹ എന്ന് ചോദിച്ചാൽ കബീറിന്റെ ദോഹയെ പഠിക്കാനുള്ളൂ. പിന്നെ നമുക്ക് ആ തെറ്റൂല, കബീർ കെ ദോഹ. ഇനി അതിന്റെ ഓരോ സൈഡിൽ ഒരു സൈഡ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എങ്കിലും മനസ്സിലാക്കി പോയിട്ട് ഗദ്യാർത്ഥമായി എഴുതണം. അത് ആ രീതിയിൽ പഠിക്കണം. എന്തായാലും ഉറപ്പായിട്ട് അത് പഠിക്കാൻ ചോദിക്കും. ഏതൊക്കെ പാഠ്യപദ്ധതി മാറി മാറി വന്നിട്ടും കബീർ ദാസിന്റെ ദോഹ ഒഴിവാക്കുന്നില്ല. കാരണം അത് കാലഘട്ടത്തിന് അതീതമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരാശയമാണ് കബീർ ദാസ് നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ ആശയം എഴുതാം. ഞാൻ ഒന്ന് ഓടിച്ചതിന്റെ എല്ലാത്തിന്റെയും പറഞ്ഞങ്ങ് പോവാം. ഒന്നാമത്തേല് ജോ ബുരാ ജോ ദേക്കനമയും ചല ബുരാ ന മിലിയോ കൊയ് ജോ ദിൽ ഖോജ അപ്ന മുച്ച്സാ ബുരാ ന കൊയ്. ഇവിടെ ബുരാ ജോ ദേക്കനമയും ചല നമുക്ക് നിങ്ങൾ വായിച്ചപ്പോൾ തന്നെ കിട്ടും. ഈ നാട്ടിലെ തിന്മ അന്വേഷിച്ച് തെറ്റന്വേഷിച്ച് ഞാൻ നടന്നു. പക്ഷെ എങ്ങും എനിക്ക് തിന്മ കാണാൻ കഴിഞ്ഞില്ല. അവസാനം എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ എന്നിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ തെറ്റുകളെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പൊ അവിടെ സൈഡിൽ ഒരു ചോദ്യമുണ്ട്. ജോ ദിൽ ഖോജ അപ്ന മുച്ച്സാ ബുരാ ന കൊയ്. എന്താണ് കബീർ ആശയമാക്കിയിരിക്കുന്നത്? मैंने अपने पहले हमें क्या करना चाहिए? अपने मन की बुराइयों को या गलतियों को सुधारना चाहिए. अതാണ് ആശയം. कबीर हमसे क्या कहना चाहते हैं? पहले अपने मन की गलतियों को, अपने मन की बुराइयों को दूर करना चाहिए. മറ്റുള്ളവരെ തെറ്റുകൾ അന്വേഷിച്ച് നടക്കാതെ, നാട്ടിൽ എവിടെയൊക്കെയാണ് കുഴപ്പമെന്ന് അന്വേഷിച്ച് നടക്കാതെ നമ്മളിലെ കുഴപ്പങ്ങൾ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതോടെ ലോകം കൂടെ നന്നായിക്കോളും. ആ ഫലേത്തോ ജഗ് ഫല. നമ്മൾ നന്നായാൽ ലോകവും നന്നായിക്കോളും. നമ്മൾ നല്ല ദൃഷ്ടിയിലൂടെ ലോകത്തെ കണ്ടാൽ ലോകമെല്ലാം നമുക്ക് നല്ലതായി തോന്നും. അതാണ് ഇതിന്റെ ആദ്യത്തെ ദോഹ. ചിലപ്പോ പരീക്ഷയ്ക്ക് ഇതിലെ ഒരു പ്രാചീന ഭാഷയിലെ സതുക്കടി ഭാഷയാണ് കബീർദാസിന്റെ ഭാഷ. ആ ഭാഷ തന്നിട്ട് നിങ്ങളോട് അതിന്റെ സമാനമായ ഹിന്ദി വാക്ക് ചോദിക്കും. ഇപ്പൊ കൊയ എന്ന് കിടക്കുന്ന കൊയി, മിലിയോ മീൻസ് ഇന്ന മില, ദില് മാനെ മന് അല്ലെങ്കിൽ ഹൃദയേ, ഇങ്ങനെയൊക്കെ ചിലപ്പോ പകര വാക്കുകൾ ചോദിക്കാം. അടുത്ത പറഞ്ഞ ലഘുദാസേ പ്രഭുദാമിലേ പ്രഭുദാസേ പ്രഭുദൂരി ചീണ്ടിലേ ശക്കറിലേ ചലി ഹാത്തി കേ സിർധൂരി. ലഘുത്വം കൊണ്ട് ഗുരുത്വവും അഹങ്കാരം കൊണ്ട് പ്രഭുത്വം കൊണ്ട് എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാലം അന്നും ഇന്നും. സമ്പത്തിന് വലിയ മോഹങ്ങളൊന്നും ഇല്ലാഞ്ഞൊരു കാലത്ത് പോലും കബീർദാസ് പറഞ്ഞിരിക്കുകയാണ്, ലഘുത്വം കൊണ്ട് പ്രഭുത്വം ലഭിക്കും. നമ്മൾ വിനയത്തോടെ നടന്നാൽ എല്ലാം ലഭിക്കും, ഈശ്വരൻ ലഭിക്കും, എല്ലാം ലഭിക്കും. അഹങ്കാരവും കൊണ്ട് നടന്നാൽ എല്ലാം നഷ്ടപ്പെടും. അതിന്റെ ഉദാഹരണം 2 പ്രാണികളുടെ കാര്യമാണ്. ചീണ്ടി ഓർ ഹാത്തി. ഉറുമ്പിന്റെയും ആനയുടെയും ഉദാഹരണം പറഞ്ഞിരിക്കണേ. എന്താ ഉദാഹരണം പറഞ്ഞേ? ചീണ്ടി അപ്പനെ സിർ पर हमेशा शक्कर लेकर चलती है, ഹാത്തി അപ്പനെ സിർ पर हमेशा धूल लेकर चलती है. നിസ്സാരമായ പൊടിയാണ് ആനയുടെ ശിരസിൽ ഇരിക്കണമെങ്കിൽ ഉറുമ്പിന്റെ ശിരസിൽ ശർക്കരയും പഞ്ചസാരയും ഒക്കെയാണ്, ചീനിയാണ്. എന്താണ് ലഘുത്വമെന്ന് നിങ്ങൾ കരുതുന്ന ആളുകള്, സിമ്പിൾ എന്ന് കരുതുന്ന ആളുകള്, സാധാരണക്കാരൻ വിനയത്തോടെ നടന്നാൽ അവൻ ഒരുപാട് നേടും. അഹങ്കാരം കൊണ്ട് നടക്കുന്നവൻ നിസ്സാരനായി പോവും, പൊടിയാകുക, ഒന്നുമില്ലാതെ ആകും എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് കബീറിന്റെ പറയുന്നതിന്റെ ആശയം? കബീർ കെ കഹ്നെ കാ മതലബ് ഹൈ കി മനുഷ്യക്കോ അഹങ്കാർ ചോടനാ ചാഹിയേ, വിനയി ആദ്മി സബ് കുച്ച് പാ ജാത്തെ ഹൈ, എല്ലാം നേടുന്നു എന്നാണ് എന്റെ ആശയം. വർഷങ്ങൾക്ക് മുന്നേ അഹങ്കാരം നാട്ടിൽ എന്തെല്ലാം, നമ്മൾ ഒരുപാട് വിസ്തരിച്ച് പറയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നാട്ടിൽ എന്തെല്ലാമാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ. അതെല്ലാം അഹങ്കാരം എന്ന ഇരുട്ട് ബാധിച്ച് മനുഷ്യനുണ്ടാക്കി തീർക്കുന്ന, മുമ്പും പിമ്പും നോക്കാതെ എന്തെല്ലാം നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടാക്കി വയ്ക്കുന്നു, കുടുംബത്തിനും ആർക്കും ഇല്ലാതെയാക്കി തീർക്കുന്നു. അതാണ് കബീർദാസിലൂടെ പറഞ്ഞിരിക്കുന്നത്. പ്രഭുദാക്ക മഹത്വ സമച്ചാനെ കബീർദാസിനെ ഹാത്തി और चींटी का उदाहरण लिया है. साइड क्वेश्चन.
दुख में सुमिरन सब करे, सुख में करे न कोई. जो सुख में सुमिरन करे, दुख काहे होई. കബീർദാസ് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. മാനव का ऐसा एक स्वभाव रहा है, दुख में ईश्वर का स्मरण करता है. सुमिरन എന്ന വാക്കിന്റെ അർത്ഥം സ്മരൺ കർണ. दुख में ईश्वर का स्मरण करता है, लेकिन सुख में ईश्वर का स्मरण नहीं करते. कबीरदास कहते हैं जो सुख में भी ईश्वर का स्मरण करते हैं उसे दुख काहे हुई, मीन्स क्यों होता है. कबीरदास के कहने का मतलब क्या है? हमें दुख में और सुख में ईश्वर का स्मरण करना चाहिए. സുഖത്തിൽ ഈശ്വരനെ സ്മരിച്ചാലെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമുക്ക് സമ്പത്ത്, സുഖം ഉണ്ടാകുന്നതിന്റെ കാരണം എന്താ? സമ്പത്തും യൗവനവും സൗന്ദര്യവും ഒക്കെ ഉണ്ട്. ഇതാണ് സുഖത്തിന്റെ കാരണം. ഈ സുഖത്തിലും നമ്മൾ ഈശ്വരനെ മറന്നൊന്നും പ്രവർത്തിക്കരുത്. ആ ഈശ്വരനെ ഓർമ്മിച്ച് നല്ല കാര്യങ്ങൾ ചെയ്താൽ ദുഃഖം പിന്നെ എന്തിനുണ്ടാകണം? ദുഃഖം വരുമ്പോൾ മാത്രം ഈശ്വരനെ സ്മരിച്ചാൽ പോരാ, നന്മയിലും സുഖത്തിൽ നമ്മൾ ഈശ്വരനെ സ്മരിക്കണം എന്ന തത്വമാണ് കബീർദാസ് ഈ ദോഹയിലൂടെ നമ്മളോട് പറയുന്നത്. അത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, നല്ല ശ്രദ്ധിച്ച് വായിക്കുക. സുമിരൻ കർണ മീൻസ് സ്മരൺ കർണ. കാഹേ ഹൊയ് മീൻസ് ക്യോ ഹോത്താ ഹെ. കരയെന്നെ കൊയ്, കൊയ് ഇന്ന കർത്താ ഹെ എന്നുള്ള ഗദ്യാർത്ഥം കിട്ടും. കാമ ക്രോധ ലാലചീനെ ഭക്തി ഇന്ന കൊയ്. जो सुरमा ज्योति ജാതി വർണ്ണ കീ കുലിച്ചോടെ. കാമവും ക്രോധവും ലാലച്ച്, നമ്മൾ പറഞ്ഞ കാമം, ക്രോധം, ദുരാഗ്രഹം, അസൂയ, കുശുമ്പ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. ഈ ഈർഷ്യ, കുശുമ്പിന് ഹിന്ദിയിൽ എന്താ? ഈർഷ്യ. ജലൻ, കത്തുന്നു, മറ്റുള്ളവൻ നന്നാവുന്ന കണ്ട എരിച്ചിലേ. ഇതുകൊണ്ട് ഭക്തി ഇന്ന ഹോത്താ ഹെ, ഭക്തി ഉണ്ടാവില്ല. जो भक्ति करना चाहता है वे अपने मन से ജാതി വർണ്ണ കുൽ की ഈശ്വരൻ എന്ത് ജാതിയാ? ഈശ്വരൻ എന്ത് ജാതിയെ ചിന്തിക്കുന്ന മനുഷ്യനല്ലേ ഇതൊക്കെ സൃഷ്ടിക്കുക? ഇതെല്ലാം മനുഷ്യനാപത്ത് വന്നപ്പോ കൊറോണ പോലുള്ള മഹാമാരി ബാധിച്ചപ്പോ ആര് കൊണ്ടു കൊടുക്കുന്ന ആഹാരം കഴിക്കുന്നു, ആരടുത്തും കിടന്നുറങ്ങുന്നു. സുനാമി പോലുള്ള പ്രകൃതി ദുരന്തം വന്നപ്പോ ആരുടെ സഹായവും ആരുടെ രക്തവും സ്വീകരിച്ചു. പിന്നെ എന്താ ഈ മതം, എന്ത് ജാതി? ഇത് ചിന്ത ഉപേക്ഷിക്കുന്നവനെ ഭക്തി ഉണ്ടാവുള്ളൂ, ഈശ്വരനുള്ളൂ. കബീർദാസ് പറയുന്നു, കാമ ക്രോധ ലാലച്ച് സേ ഇൻസേ ഭക്തി ഇന്ന ഹോത്താ ഹേ. जो वीर सूर सज्जन भक्ति करना चाहता है उसके मन से काम क्रोध जाति की चिंता, कुल की चिंता, ധന और നീജ, ഉച്ച ജാതി എന്നുള്ള ചിന്ത, പണക്കാരനും പാവപ്പെട്ടെന്നുള്ള ചിന്ത എല്ലാം ഉപേക്ഷിക്കുക. അതെല്ലാം മറക്കുന്നവനെ ഭക്തി ഉണ്ടാവൂ, അല്ലാത്തൊരു ഭക്തിയില്ല. വല്ലതെല്ലാം കാപട്യമാണ്. കബീർദാസ് പറയുന്നു, പഠിക്കുക. അത് പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് സായി ഇത്തനാ ദീജിവന. സായി മീൻസ് സ്വാമി. കബീർദാസ് कहते हैं हे स्वामी मुझे इतना धन दीजिए जिससे मेरे परिवार का पालन हो जाए. കുടുംബസമായി അധിക ധനമോഹങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അധിക ധനമോഹമാണ്. പൂന്താനം പറഞ്ഞ പോലെ 10 കിട്ടുകൾ 100 മതിയെന്ന്, ശതമാകിൽ സഹസ്രമാകുമെങ്കിൽ ആശയാകുന്ന പാശമതിങ്കിയെന്ന്, ആഗ്രഹമാകുന്ന കയറിൽ പിടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. എല്ലാം നാശത്തിലെത്തുന്നു, എല്ലാം നഷ്ടപ്പെടുന്നു. അവിടെ പറയുകയാണ്, തന്റെ കുടുംബത്തില് താൻ വിവാഹം കഴിച്ച 2 കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പട്ടിണി കിടക്കാൻ പാടില്ല. കാര്യം നമ്മൾ വിവാഹം കഴിച്ചുകൊണ്ടുന്ന കുട്ടികൾ, അപ്പൊ അവരെ കുടുംബം നടത്തണം. പിന്നെ എന്താണ്? ജോ സാധു ഹമാരെ കന്മ ആത്താ ഹെ. ഒരു പാവപ്പെട്ടവൻ ഒരു നേരത്തെ ആഹാരത്തിന്, ഒരു തുള്ളി വെള്ളത്തിന് നമ്മളെ മുമ്പിൽ വന്നാൽ അവനെ വിശന്ന് പറഞ്ഞയക്കരുത്, അതിന് കൊടുക്കാൻ എന്തെങ്കിലും. അപ്പൊ അതിഥി ദേവോ ഭവ, അത് അന്നത്തെ കാലത്തെ ചിന്തയാണ്. അതിഥി ദേവോ ഭവ, അതിഥിയായി വരുന്നവൻ എന്തെങ്കിലും കൊടുക്കണം. അതിനുള്ള ധനമെങ്കിലും എനിക്ക് തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ലാസ്റ്റ് ദോഹ. ഇത് ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങളിൽ ആശയമുണ്ട്, സൈഡ് ക്വസ്റ്റ്യൻസ് വായിച്ച് അതിന്റെ ഗദ്യാർത്ഥം പഠിക്കുക. ഇനി ഒരു പാഠഭാഗമുണ്ട്, ആനന്ദ് കി ബുൾച്ചെടിയാം എന്ന പാഠമാണ്. അത് ജീവിതത്തെ പോസിറ്റീവായി കാണാൻ, അതിനെ സകാരാത്മകമായി കാണാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാഠമാണത്. അതിൽ വിവിധ ലേഖനമാണ് ആനന്ദ് കി ബുൾച്ചെടിയാം. വിവിധ സംഭവങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ നമ്മൾ ജീവിതത്തെ പോസിറ്റീവായി എടുക്കുകയും ഹാപ്പി ആയിട്ട് എടുക്കുകയും ചെയ്താൽ
ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ആനന്ദ് കി ഭുൾച്ചടിയ, ആനന്ദത്തിന്റെ പൂത്തിരികൾ വിതറുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് കുപ്പിച്ചില്ലും കുപ്പിയോടും കുപ്പിച്ചില്ലും മുള്ളുകളും വാരിയിടുകയാണ്. ഇവിടെ പൂക്കൾ വാരി വിതറുക. ആ പൂക്കൾ വാരി വിതറുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവും. ചിലപ്പോൾ ഒരു നല്ല വാക്ക് മതി, ഒരു ആശ്വാസ വാക്ക് മതി, അവൻ ആനന്ദം നൽകും. നമുക്ക് എന്ത് നഷ്ടം വരാനാണ്? നമുക്കും അത് സുഖം നൽകും. ഇന്ന് ഞാൻ ഒരാളെ ആശ്വസിപ്പിച്ചു, അവരുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. അത് റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നപ്പോൾ ഉണ്ടായ ആ കൗണ്ടറിലെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ലേഖകൻ ഉപയോഗിച്ചൊരു വാക്ക്, ഒരു ബാങ്കിലെ ക്ലർക്കിന്റെ ഹാൻഡ് റൈറ്റിംഗ്, ഹസ്തലിപി കണ്ടപ്പോ അവിടെ അദ്ദേഹം പ്രശംസിച്ചപ്പോ ആ ക്ലർക്കിനുണ്ടായ ആനന്ദം, അത് വീട്ടിൽ ചെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ബസ്സിൽ കയറുമ്പോഴായാലും നമ്മുടെ ഒരു യാത്രയിൽ, തീവണ്ടി യാത്രയിൽ ഒരാള് വിത്തുകളും ചെടികളുടെ കായ്കളും ഒക്കെ വലിച്ചെറിയുന്ന അവരെ കണ്ടപ്പോൾ ഉള്ള അനുഭവങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അത് നിങ്ങൾ ആ പാഠം ആനന്ദ് കി ഭുൾച്ചടിയ ലേഖനമാണ്. പക്ഷെ അതിന്റെ ഏതെങ്കിലും സന്ദർഭം വെച്ചിട്ട് സംഭാഷണമോ ഡയറിയോ ഒക്കെ ചോദിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട സംഭാഷണം ബാങ്കിലെ ക്ലർക്ക് വീട്ടിൽ ചെന്ന് ഭാര്യയായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുമായിട്ടോ സംസാരിക്കുന്ന ഒരു സംഭാഷണം. ഇന്നൊരു അതിഥി വന്ന് അല്ലെങ്കിൽ ഒരു സജ്ജൻ വന്ന് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി വന്നു, എന്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ ഹസ്തലിപിയെ പ്രശംസിച്ചു എന്നുള്ള സംഭാഷണം. ഇല്ലെങ്കിൽ സഹയാത്രിയോട് തീവണ്ടി യാത്രയിലുണ്ടായ അനുഭവം. ഇല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ ബുക്കിംഗ് ക്ലർക്കുമായിട്ടുള്ള സംഭാഷണം. ഇതിൽ ഏത് ഭാഗവും ചോദിക്കാം. പിന്നെ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ രക്തദാനം മഹാദാനം എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. അപ്പൊ രക്തദാനം ചെയ്യേണ്ടതിന്റെ പ്രസക്തിയെ കുറിച്ചൊരു പോസ്റ്റർ ആകാം, ഒക്കെ ആകാം. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഡിവിഷൻ ക്ലാസ് നിർത്തുകയാണ്. പരിമിതമായ സമയത്ത് പരിമിതമായ കാര്യങ്ങൾ സ്പീഡിൽ നമ്മൾ പറഞ്ഞു തീർത്തു. നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ സാറിനെ അറിയിച്ചാൽ അത് നമുക്ക് പോരാക്കുറവുകൾ പരീക്ഷയ്ക്ക് മുമ്പ് തീർത്തു തരും. നിങ്ങൾ നല്ലതുപോലെ ജീവിതത്തിൽ ആനന്ദ് കി ഭുൾച്ചടിയാന്ന് പറഞ്ഞത് ബി പോസിറ്റീവ് ആയിരിക്കുക. എല്ലാ വിജയവും ഉണ്ടാവും. നിങ്ങൾക്ക് നല്ല ആനന്ദം ഉണ്ടാകട്ടെ. സന്തോഷവും സംഘർഷവും ഒഴിഞ്ഞ നല്ല ദിനങ്ങളിലേക്ക് കാത്തിരിക്കുക. ആനന്ദ് കി ഭുൾച്ചടിയാം ആപ്കെ ജീവൻ മേ ഹോ और दूसरों के जीवन में प्रदान करो.